ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സ്വന്തമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണെന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UI UX ഡിസൈൻ ആണ്. സോ നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് UI ഡിസൈൻ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് UI UX ഡിസൈൻ എന്നൊക്കെ പറയുന്നത്? നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, സോ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ പേജ് വേണം, ലോഗിൻ പേജ്, രജിസ്ട്രേഷൻ പേജ്, യൂസർ ഡീറ്റെയിൽസ് പേജ്, എന്തൊക്കെ പേജസ് ഒക്കെ വേണം, ആ പേജ് എന്തൊക്കെ ഡിസൈൻ ആയിരിക്കണം, എന്ത് കളർ തീം യൂസ് ചെയ്യണം, ഏതൊക്കെ കളർ യൂസ് ചെയ്യണം, ടെക്സ്റ്റ് എന്തായിരിക്കണം, ടെക്സ്റ്റ് ഫോണ്ട് എന്തായിരിക്കണം, ഫോണ്ട് കളർ എന്തായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് UI UX ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. UI ഡിസൈൻ എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി, നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോവാണ്. സോ ആ സമയത്ത് തന്നെ UI UXന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഫസ്റ്റ് നിങ്ങൾ ഫങ്ഷനാലിറ്റി ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ലോഗിൻ പേജ് ഭയങ്കര അടിപൊളിയാണ്, പക്ഷേ യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ആവുന്നില്ല, എന്തൊക്കെയോ എറർ കാണിക്കുന്നു. സോ അതുകൊണ്ട് കാര്യമില്ല. വിഷ്വലി സ്റ്റണ്ണിങ് ഡിസൈൻ ആണ്, പക്ഷേ ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ യൂസേഴ്സിന് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പൈസ കൊടുത്ത ഒരു UI ഡിസൈനറെ ഹയർ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷന് വേണ്ടി ഭയങ്കര അടിപൊളി സ്റ്റണ്ണിങ് UI ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നീറ്റായിട്ട് ക്ലീനായിട്ട് ഒരു UI ഉണ്ടായാൽ മാത്രം മതി. ഫങ്ഷനാലിറ്റിയാണ് മെയിൻ ഫോക്കസ്. കാരണം യൂസേഴ്സിനെ കോർ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത ശേഷം എൻഡ് ടു എൻഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ UIക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. UI അത്യാവശ്യം നീറ്റായി ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഭയങ്കര മോശമല്ല, അത്യാവശ്യം നീറ്റായി ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റും. അതിന് UI ഡിസൈനറെ ഹെൽപ്പൊന്നും ആവശ്യമില്ല. സാധാരണ നമുക്കൊരു നീറ്റായി UI ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആദ്യമായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബഡ്ജറ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് വരുമാനമില്ലല്ലോ. സോ ആ സമയത്ത് നിങ്ങൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് ഫോക്കസ്. നിങ്ങൾ ഒരു ഡിസൈനറെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല ഫീസ് ആവുകയും ആ പൈസ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് ഇല്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയ ശേഷം പൈസ മുടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആദ്യം തന്നെ മുടക്കുന്നത് ഇത്ര നല്ല ഒരു ഐഡിയ ആയിരിക്കില്ല. നിങ്ങളെ ആപ്ലിക്കേഷന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ്, അതായത് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആപ്പ് നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കുക. അത്യാവശ്യം നല്ല UI വെച്ചിട്ട് നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ യൂസർ ഗ്രൂപ്പിന് ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് യൂസ് ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്ക്സ് എടുത്ത ശേഷം അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തിയതിന് ശേഷം മാത്രം UIയിൽ ഫോക്കസ് ചെയ്യുക. അതായത് ഫങ്ഷനാലിറ്റി ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീ ബിൽറ്റ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. സോ കോഡ് കാനിയൻ പോലെ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രീ ബിൽറ്റ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് ഏകദേശം ഒരു 1000-2000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്പിൽ അതിന് മാച്ച് ആവുന്ന, നിങ്ങളുടെ തീമിന് മാച്ച് ആവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് മാച്ച് ആവുന്ന ഒരു തീം ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് വെച്ച് നിങ്ങൾ അത്യാവശ്യം എലമെൻറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഫങ്ഷനാലിറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അത് യൂസറിന് കൊടുക്കുക. പബ്ലിക്കായി കൊടുക്കുന്നതിന് മുമ്പ് പൊട്ടൻഷ്യൽ യൂസേഴ്സിന് കൊടുത്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഞാൻ ഇന്ന് വരെ ഒരു UI UX ഡിസൈനർ ഹയർ ചെയ്തിട്ടില്ല. എനിക്കുണ്ടാവുന്ന ഐഡിയ, എൻ്റെ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചർ വേണം, ഏതൊക്കെ പേജ് വേണം എന്നുള്ളൊരു ഐഡിയ ഞാനൊരു സാധാരണ ഒരു വൈറ്റ് പേപ്പറിൽ വരച്ച് ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് അതിന് ശേഷം യൂസർ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് ശേഷം മാത്രമാണ് ഞാൻ ആക്ച്വലി UI ഒക്കെ അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തത്. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് UI UX ഡിസൈനറൊന്നുമില്ല. എനിക്ക് നീറ്റായി തോന്നുന്ന, നീറ്റ് ആൻഡ് ക്ലീൻ UI എന്ന് തോന്നുന്ന ഒരു തീം യൂസ് ചെയ്തു, അത്രമാത്രമേ ഉള്ളൂ. പ്രീ ബിൽറ്റ് ആയിട്ടുള്ള പല ടെംപ്ലേറ്റ്സിൻ്റെയും കളർ കോഡ് എടുത്ത് നമ്മൾ യൂസ് ചെയ്തു. പക്ഷേ ഇപ്പോഴും എൻ്റെ ആപ്പിൽ നിന്ന് എനിക്ക് കൺസിസ്റ്റൻറ്റ് വരുമാനമുണ്ട്. അത് ഉപയോഗിക്കാൻ ആൾക്കാരുണ്ട്. കാരണം എൻ്റെ ആപ്പ് കൊടുക്കുന്ന വാല്യൂ അതിനേക്കാളും കൂടുതലാണ്. സോ ആൾക്കാർക്ക് UI അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, കാരണം അവർക്കത് യൂസ് ചെയ്ത് അവർക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. സോ ഇത് വിഷ്വലി സ്റ്റണ്ണിങ് UI ആവേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കൊരു വാല്യൂ കിട്ടുന്നതുകൊണ്ട് അവർ പേ ചെയ്യാൻ റെഡിയാണ്. സോ അതിനുശേഷം ഞാൻ UI ഇമ്പ്രൂവ് ചെയ്യാനും പോയിട്ടില്ല. ഇപ്പോൾ എൻ്റെ UI തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എനിക്കും വലിയ എക്സ്പെൻസ് വന്നിട്ടില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. സോ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഐഡിയ കിട്ടി, അതിനുശേഷം UI UX ഒക്കെ നിങ്ങൾ സ്വന്തമായി ഏതെങ്കിലും ഒരു പേപ്പർ അല്ലെങ്കിൽ ബുക്കിൽ വരച്ചുണ്ടാക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെക് സ്റ്റാക്ക് ആണ്. നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് ഏത് ടെക്നോളജി അല്ലെങ്കിൽ ഏത് ഫ്രെയിം വർക്ക് ടെക്നോളജി യൂസ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് പോകേണ്ടത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. താങ്ക് യു.